വയനാട് മൈലമ്പാടിയിൽ വീണ്ടും പുലിയിറങ്ങി. നേരത്തെ പുലി എത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആ ദൃശ്യങ്ങൾ കാണാം. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത്ത്, ഈ പുലിയുടെ ദൃശ്യങ്ങൾ, പുലിയുടെ സാന്നിധ്യം ഉറപ്പാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മൈലമ്പാടിയിലെ ജനങ്ങൾ സ്വാഭാവികമായും ആശങ്കയിലായിരിക്കുമല്ലോ. എന്താണ് വനംവകുപ്പ് പറയുന്നത്? GK നരവത്ത് ബിനു തോമസിന്റെ വീടിന്റെ ആ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പുലി വീണ്ടും എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ബിനു തോമസിന്റെ വീടിന്റെ തിണ്ണയ്ക്കകത്ത് പോലും പകുമാർക്ക് കാണുന്നു, അതായത് ഇതിന്റെ കാൽപാദങ്ങൾ കാണുന്നു എന്നുള്ളതാണ് വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുള്ളത്. 3 ദിവസം മുമ്പ് എത്തിയ പുലി ഇതേ പുലി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തീർച്ചയുണ്ട്. ആ പുലി വളർത്തുനായയെ കൊന്നിരുന്നു. ആ വളർത്തുനായ കാണാതായതോടുകൂടി നടത്തിയ അന്വേഷണത്തിലാണ് CCTVയിൽ നേരത്തെ പുലിയുടെ സാന്നിധ്യം 3 ദിവസം മുമ്പ് CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി. ഇന്നലെ ചില സംശയങ്ങൾ വീട്ടുകാർക്കുണ്ടായി. ഇതേ തുടർന്നാണ് CCTV പരിശോധിച്ചത്. ആ പരിശോധനയിൽ കൃത്യമായ രീതിയിൽ തന്നെ പുലി സഞ്ചരിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളതും. ഈ മേഖലയിൽ നേരത്തെ, അതായത് കടുവയുടെ സാന്നിധ്യം നേരത്തെ ഉണ്ടായൊരു സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ രണ്ടാം തവണയും വീണ്ടും പുലി എത്തിയതോടുകൂടി വലിയ ആശങ്ക ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അന്ന് വനംവകുപ്പ്, അതായത് 3 ദിവസം മുമ്പ് ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായ ഘട്ടത്തിൽ ഈ വളർത്തുനായെ കടിച്ച് കൊന്ന ആ ഒരു ഘട്ടത്തിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിരുന്നു വനംവകുപ്പ്. ആ ക്യാമറ ട്രാപ്പുകളിൽ പരിശോധന നടത്തിയപ്പോഴും ഈ പുലിയുടെ ചിത്രങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇനി വേണ്ടത് അടുത്ത നടപടിക്രമം എന്നുള്ള തരത്തിൽ ഇനി വേണ്ടത് കൂടുവെക്കുക എന്നുള്ളതാണ്. ഒരേ സ്ഥലത്ത് വീണ്ടും പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. ആ കൂടുവെക്കുന്ന നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭ്യമാവുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. ബിനു തോമസും കുടുംബവുമായി സംസാരിച്ചിരുന്നു. നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. അങ്ങനെ ഒരു വിപുലമായ കൂടിയാലോചനയ്ക്ക് ശേഷം ഇനി കൂടുവെക്കുക എന്നുള്ള നടപടിയിലേക്കാണ് കിടക്കേണ്ടത്. ആ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. മേഖലയിൽ തോട്ടങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ പകൽ സമയത്ത് പുലിയുടെ സാന്നിധ്യം ആ മേഖല കേന്ദ്രീകരിച്ചാകും ഉണ്ടാവുക എന്നുള്ള സംശയമാണ് നാട്ടുകാരെ സംബന്ധിച്ചുള്ളത്. ഇവിടെ മാത്രമല്ല, ഈ നേരത്തെ ഈ ചീരാലിൽ കഴിഞ്ഞ ദിവസം പുലി വളർത്ത് മൃഗങ്ങളെ പിടികൂടിയിരുന്നു. ഒപ്പം സുൽത്താൻ ബത്തേരിയിൽ ഇതിനു മുമ്പ് പുലി ഇറങ്ങിയിരുന്നു. പുൽപ്പള്ളിയിൽ, മുള്ളംകൊല്ലിയിൽ ഉൾപ്പെടെ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ വന്യമൃഗ ശല്യത്താൽ പൊറുതിമുട്ടുന്ന രീതിയിലേക്ക് വയനാട് മാറുന്നു. അതിന്റെ ഒരു സൂചനയായി തന്നെ, അതിന്റെ തുടർച്ചയായി തന്നെ വേണം ഈ മണ്ടകവയലിലെ ഈ സംഭവത്തെ കൂടി കാണാൻ. GK. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.